ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതൊരു വൺ സൈഡഡ് ലവ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്താൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? അവരിൽ നിന്ന് എന്ത് പ്രതികരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. 2 പൈൽ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് പൈൽ 1, ഇത് പൈൽ 2. ഓക്കെ, ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പൈൽ 1, പൈൽ 2. അവരുടെ റിയാക്ഷൻ ഈ കാർഡ്സിലുണ്ട്. നോക്കട്ടെ. പൈൽ 1. ഓ, പൈൽ 1കാർ ഓക്കെ, അവരുടെ ഫാമിലിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫാമിലിയുടെ സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ് അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അവർക്ക് മനസ്സിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവരുടെ ഫാമിലീനെയാണ്. ഓക്കെ, നിങ്ങളെ ഒരു ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട്, അവർ പഠനത്തിലോ ജോലിയിലോ വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ട് കാണുന്നില്ല. അവർക്ക് അവരുടെ ഫാമിലിയെ എതിർത്ത് ഒന്നും ചെയ്യാൻ താല്പര്യം കാണുന്നില്ല. നിങ്ങളെ ഒരു ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്നതായിട്ടാണ്, ഫ്രണ്ടായിട്ട് കാണാം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പൈൽ 2കാരുടെ നോക്കാം. ഓക്കെ, പൈൽ 2കാരുടെ നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ ഫീലിംഗ്, നിങ്ങളുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം അവരൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് മാറി അവരുടെ മനസ്സിലെ സ്നേഹം മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ സ്നേഹം മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഒരു മെസ്സേജൊക്കെ ആയിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ പ്രതി അട്രാക്റ്റഡ് ആണ്, സ്നേഹമുണ്ട് കേട്ടോ. അവിടെ പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് ഇവർ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ എന്തെങ്കിലും ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ ഒരു തടസ്സം അവർ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.